നമ്മളെക്കുറിച്ച് നമ്മളെപ്പോലെ ചിന്തിക്കുവാൻ ഈ ലോകത്ത് ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ഉത്തരവാദിത്തം അങ്ങോട്ട് നമ്മളെ ഏറ്റെടുക്കണം. നമ്മളെ കഷ്ടത്തിലാക്കിയിട്ട് നമ്മൾ ആരുടെ ഇഷ്ടം സമ്പാദിക്കാൻ ശ്രമിക്കരുത്. അതാണ് പാരമാർത്ഥിക ജ്ഞാനത്തിൻ്റെ പ്രധാന സൂത്രവാക്യം. നമ്മളെ കഷ്ടത്തിലാക്കിയിട്ട് നമ്മൾ ആരുടെയും ഇഷ്ടം സമ്പാദിക്കാൻ ശ്രമിക്കരുത്. അവിടെയാണ് നമ്മൾ ഇതെല്ലാം തിരിച്ച് പ്രയോഗിക്കേണ്ട സമയം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിസ്റ്റം കൂടെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഈ പാരമാർത്ഥിക ജ്ഞാനത്തെ സംരക്ഷിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടും. വില കൂടിയ ഒരു സാധനം എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കണം, അല്ലേ? വില കൂടിയൊന്ന് നമ്മളൊരു വൈരമൊക്കെ വാങ്ങുമ്പോൾ അത് എത്ര കവറുകളിലിട്ടിട്ടാണ് തരുന്നത് ചിന്തിച്ച് നോക്കുക. നമ്മൾ പച്ചക്കറി വാങ്ങുമ്പോൾ ഒരു കിറ്റിലിട്ടിട്ട് തരും. പക്ഷേ വൈരം വാങ്ങുമ്പോൾ അതിനെ ആദ്യം ഒരു പഞ്ഞിയിൽ വെച്ച് ഒരു അടപ്പിൽ പൊതിഞ്ഞ്, പിന്നെ അതിനൊരു പേഴ്സിലിട്ട് അത് കവർ ചെയ്ത്, പിന്നെ അതിനെ വലിയൊരു ബിഗ് ഷോപ്പറിലിട്ട്, ചെറിയൊരു സാധനമാണെങ്കിലും വലിയൊരു പാക്കറ്റായിട്ടാണ് നമുക്ക് തരിക. അതിന് ഒരുപാട് പ്രൊട്ടക്ഷൻസ് ഉണ്ടാവും. ഇതുപോലെ പാരമാർത്ഥിക ജ്ഞാനം സിദ്ധിച്ചൊരു വ്യക്തി സെൻസിറ്റീവ് ആയിരിക്കും. ആ വ്യക്തിക്ക് എല്ലാ മൂല്യങ്ങളും കൂടുതലായിരിക്കും, സോഫ്റ്റ് വാല്യൂസ്. പക്ഷേ ഈ സോഫ്റ്റ് വാല്യൂസ് ഹാർഡ് വാല്യൂസിനാൽ പൊതിയപ്പെട്ട് വെച്ചില്ലെങ്കിൽ അത് ചൂഷണം ചെയ്യപ്പെടും. അവിടെ പൊതിയപ്പെടേണ്ടതുണ്ട്. നാളികേരം പോലെ ആയിരിക്കണം. അതിന് കോക്കനട്ട് പേഴ്സണാലിറ്റി, മാംഗോ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ 2 പേഴ്സണാലിറ്റി ഉണ്ട്. മാംഗോ പേഴ്സണാലിറ്റി പുറമേ വളരെ സോഫ്റ്റായതും ഉള്ളിൽ കടുകട്ടിയുള്ള അണ്ടിയുമാണ് എന്തിനുള്ളത്? മാങ്ങയ്ക്കുള്ളത്. ഉള്ളിൽ പോകുമ്പോൾ കട്ടി കൂടും, പുറമേ വളരെ സോഫ്റ്റാണ്. ഇതല്ല നമ്മളായിരിക്കേണ്ടത്. നമ്മൾ കോക്കനട്ട് പേഴ്സണാലിറ്റി ആയിരിക്കണം. ഉള്ളിൽ നിർമ്മലമായ ജലം, ആ ജലത്തെ ആവരണം ചെയ്ത് കാമ്പ്, ആ കാമ്പിനെ ആവരണം ചെയ്ത് ചിരട്ട, അതിനെ ആവരണം ചെയ്ത് ചകിരി. ആ നിർമ്മലമായ ജലം എത്രയോ കനമുള്ള ഷീൽഡുകളാൽ പ്രൊട്ടക്റ്റഡാണ്. ഇതുപോലെ നമ്മൾ ക്വാളിറ്റിയുള്ളൊരു വ്യക്തിയായി മാറുമ്പോൾ അത്രയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയും കൂടെ ആയിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്വാളിറ്റീസ് ഉപേക്ഷിക്കേണ്ടി വരുന്നൊരു തലം വരെ നമ്മളെത്തും. കാരണം ദുഷ്ടന്മാർ നിറഞ്ഞ ലോകത്തിൽ നന്മയുള്ളൊരു മനസ്സുണ്ടായതാണ് എൻ്റെ പരാജയം എന്ന് പറയുന്നൊരവസ്ഥ വരുമ്പോൾ അത് സംഭവിക്കും. അപ്പോൾ നമ്മൾക്ക് ഒരു അവകാശവും അധികാരവുമുണ്ട്. നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരവകാശവും അധികാരവും നമുക്കുണ്ടെന്നും നമ്മളെ സംരക്ഷിക്കുവാൻ അവിടെ നമ്മൾക്ക് പാരമാർത്ഥിക ജ്ഞാനമല്ല ആവശ്യം എന്നുള്ളതാണ്.